വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് വിജയേട്ടാ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ അറബ് നാറ്റോയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ തുർക്കിയുടെ സൈനിക ബലം കൂടെ കണ്ടുകൊണ്ടാണ് പാകിസ്ഥാൻ സൗദിയും ഒന്ന് ഞെളിഞ്ഞിരുന്നത്. തുർക്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അറബ് നാറ്റോയിലേക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഇന്ത്യയുടെ എന്തെങ്കിലും കരങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇന്ത്യയും തുർക്കിയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒട്ടും നല്ല ബന്ധത്തിലല്ല. അപ്പോ ഈ രണ്ട് ശത്രു രാജ്യങ്ങൾ പാകിസ്ഥാനും തുർക്കിയും കൂടെ ചേരുമ്പോൾ ഇന്ത്യ തുരങ്കം വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അത് എന്ത് തരത്തിലുള്ള തുരങ്കമാണ് എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇപ്പൊ UAEയും ഇസ്രായേലും നമ്മളും തമ്മിലുള്ള വലിയ സഖ്യമൊക്കെ അവിടെ രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ തുർക്കി അറബ് നാറ്റോയിലേക്ക് ഇല്ല എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ ഏത് തരത്തിലാണ് കാണേണ്ടത്? കാരണം ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് കിട്ടുമ്പോൾ തുർക്കിക്ക് ആരെയാണ് ഭയം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോ പാകിസ്ഥാന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ഗ്ലോബൽ ഇമേജ് ഇപ്പോഴും തീവ്രവാദ ഇമേജ് തന്നെയാണ്. പിന്നെ എന്ത് ഇമേജാണ് അതിൽ പോകാനുള്ളത് എന്ന് നമുക്കറിയില്ല. ഒരു ഗ്ലോബൽ ഇമേജ് പോകുമോ എന്നുള്ളൊരു ചോദ്യമാണോ? അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം FTA കരാർ നമ്മൾ ഒപ്പുവെച്ചിരുന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ട്. FTA കരാർ ഒപ്പുവെച്ചപ്പോൾ ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ ഒപ്പുവെക്കുമ്പോൾ യൂറോപ്പിലുള്ള സകല രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കച്ചവടങ്ങളുണ്ടല്ലോ, അതിൽ നമ്മൾ തുർക്കിയെ വെട്ടിമാറ്റിയ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു നഷ്ടമാണ് തുർക്കിക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇന്നലത്തെ ബഡ്ജറ്റിലും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ബംഗ്ലാദേശിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ നമ്മൾ വെട്ടിമാറ്റി. ബംഗ്ലാദേശ് പറഞ്ഞു ഞങ്ങൾക്ക് 2-3 കരാർ അങ്ങോട്ട് നിങ്ങളുമായിട്ടുള്ളത് വേണ്ട എന്ന് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ ഇന്ത്യ പറഞ്ഞത് വേണ്ടാന്ന് വെക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം വേണ്ടാന്ന് വെക്കണം. നിങ്ങൾക്ക് ഇന്നലെ വേണ്ടാന്ന് ഉള്ള ഒരു മനോഭാവമാണെങ്കിൽ നമുക്കത് മെനിങ്ങാന്നേ വേണ്ടാന്നുള്ള മനോഭാവമാണ്. കാരണം നിങ്ങൾ നമുക്കൊരു ബാധ്യതയാണെന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പോരാത്തതിന് ഇന്ത്യ ബംഗ്ലാദേശ് നോക്കി നിൽക്കുക തന്നെ നേപ്പാളിനും ശ്രീലങ്കയ്ക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്ന കാഴ്ചയും കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ ഒരു നീക്കമാണ് ഇന്ത്യ പല രാജ്യങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ അറബ് നാറ്റോ പൊളിഞ്ഞു പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? ഈ അറബ് നാറ്റോ പൊളിയുന്നു, തുർക്കി മാറിക്കഴിഞ്ഞാൽ അത് പൊളിയൂല. പിന്നെ സൗദിയും പാകിസ്ഥാനും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഗതികേട്ടിലായിരിക്കും. എങ്ങനെ നോക്കിക്കാണുന്നു? ഈ അറബ് നാറ്റോയുടെ ഒരു ലീഡിംഗ് പൊസിഷനിലേക്ക് വരാൻ വേണ്ടി എർദോഗൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. കാരണം ഇതിനകത്ത് പണമുള്ള രാജ്യമായ സൗദിയും സൈനിക ബലമുള്ള രാജ്യമായ തുർക്കിയും ആണവായുധ ബലമുള്ള പാകിസ്ഥാനും ചേരുമ്പോൾ അതൊരു വലിയ സംഭവമായി മാറേണ്ടതാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ. അതാണ് അതിന്റെ കോമ്പിനേഷൻ. അതിലേക്ക് കൂടുതൽ അറബ് കൺട്രീസ് വരുമെന്ന് കരുതി എല്ലാവരും. അറബ് കൺട്രീസ് വരുമെന്നും അതൊരു വലിയ സഖ്യമാവുന്നു. പാകിസ്ഥാൻ ഇതുകൊണ്ട് ലക്ഷ്യമിട്ടത് അവർക്ക് കുറച്ച് പൈസ ഇതിന്റെ പേരിൽ പലയിടത്തുനിന്നും വാങ്ങിയെടുക്കുക, കുറേ ഫണ്ടുകൾ വാങ്ങിയെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു UAE അതിനിടയ്ക്ക് ഒരു നീക്കം നടത്തി. കേവലം 3 മണിക്കൂർ നേരത്തേക്ക് മാത്രമായി UAEയുടെ ഭരണാധികാരി ഇന്ത്യയിൽ എത്തുകയും ചില കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഒപ്പിട്ടിട്ട് അദ്ദേഹം നേരെ UAEയിൽ എത്തിയിട്ട് ആദ്യം ചെയ്ത പണി പാകിസ്ഥാന് ഉള്ള ഫണ്ടൂടെ, അതായത് അവരുടെ വിമാനത്താവളം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് കരാർ ഏറ്റെടുത്തിരുന്നത് UAE ആയിരുന്നു. കരാറിൽ നിന്ന് അങ്ങ് പിന്മാറി. സാധാരണഗതിയിൽ കരാറിൽ നിന്ന് പിന്മാറുന്നത് വളരെ അപൂർവമാണ്. കരാർ തന്നെ വേണ്ടെന്ന് വെച്ചു, കരാറിൽ നിന്ന് പിന്മാറി. അതായത് അതിൽ നിന്ന് തന്നെ ലോകത്തിനൊരു സന്ദേശം കൊടുത്തു, പാകിസ്ഥാൻ ഞങ്ങൾ 7 അയല തടിപ്പിക്കില്ലെന്ന് മാത്രമല്ല ഇനി അവരുമായിട്ട് ഒരു ഇടപാടും ഇല്ല എന്നുള്ളത്. അപ്പോൾ തന്നെ ഈ അറബ് നാറ്റോ രൂപീകരിച്ച് കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യാമെന്നുള്ള മോഹത്തിന്റെ ഒരു വലിയ വിലങ്ങ് നടി അവിടെ തന്നെ ആയി. പിന്നെ ഈ തുർക്കിയെ ലീഡർ ആക്കുന്നതിനോട് സൗദി കൊട്ടുന്നതിന് താല്പര്യമില്ല. സൗദി ഇതിന്റെ പൈസ ഇറക്കും എന്നുള്ളതാണ്. മുതലാളിയാണ്, പ്രൊഡ്യൂസറാണ്, മുതലാളിയാണ്. അപ്പൊ മുതലാളിക്ക് വലിയ താല്പര്യമില്ല ഇതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളത്. പിന്നെ തുർക്കി ഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യം ഞങ്ങൾ നാറ്റോയിലെ 2ാമത്തെ വലിയ സൈന്യമാണ്. സത്യമാണ്, നാറ്റോ രാജ്യങ്ങളിലെ 2ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. സൈനികരുടെ എണ്ണം നോക്കുമ്പോൾ 2ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഞങ്ങൾ ഇതിൽ ഇടപെടേണ്ടതെന്ന് കരുതുന്നു. പക്ഷെ അതിനകത്ത് മറ്റൊരു ഫാക്ടർ ഉണ്ട്. കാരണം തുർക്കി ഇതിന്റെ ഭാഗമായാൽ ഈ കരാർ പ്രകാരം ഈ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഈ കരാർ പ്രകാരം ഈ കൂടെയുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെ ആക്രമിക്കണം. ഉദാഹരണം, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തുർക്കി, സൗദി, പാകിസ്ഥാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചു നിന്നിട്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തണം. അപ്പോൾ ഇന്ത്യ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. തുർക്കി നോക്കുമ്പോഴെന്താണ്, ഒരു സൈഡിൽ ഇറാൻ, ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാൻ, ഒരു സൈഡിൽ ഇന്ത്യ. അതായത് അവിടേക്ക് സൈന്യത്തെ നയിച്ചു കൊണ്ടുപോയി ഇവരോടൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടി കണ്ട് ചിപ്പം കെട്ടാന്നല്ല പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. കാരണം കടം കൊണ്ടും അപകടം കൊണ്ടും
കുഴിയിൽ കിടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുള്ളത് കൊണ്ടാണ് തുർക്കി പിൻവലിയാനുള്ള കാരണം. അതായത് അവിടെ പോയത് കൊണ്ട് സാമ്പത്തിക ലാഭം ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ഓക്കെ, പാകിസ്ഥാനോടൊപ്പം നിന്ന് യുവമാരെയൊക്കെ അടിച്ച് തോപ്പിച്ച് പാകിസ്ഥാനെ റെഡിയാക്കി നിർത്താൻ ലാഭമില്ലെങ്കിലും ഒരു മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് കിടപ്പുണ്ടല്ലോ. തുർക്കി മെയിൻ ആയിട്ട് അതല്ലേ നോക്കുന്നത്? അല്ല, ഈ മതം പുഴുങ്ങി തിന്ന വിശപ്പ് മാറത്തില്ലല്ലോ. അത് മതം പറയാൻ സുഖമാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് മത രാജ്യമാണെന്ന് പറയാൻ സുഖമാണ്. പക്ഷെ ഈ പാകിസ്ഥാനെ പോയി സഹായിച്ചു എന്ന് കരുതുക, തുർക്കി പോയി സഹായിച്ചു, വലിയ രീതിയിൽ അവരുടെ പട്ടാളക്കാരെ ആയുധങ്ങളെ കുറിച്ച് വലുതായിട്ട് കൊടുത്തു, ഇല്ലെങ്കിൽ അവരുടെ ഫുൾ ഫോഴ്സ് അവിടെ സഹായിച്ചു കഴിഞ്ഞാൽ ഇതിന് യുദ്ധാനന്തരം പാകിസ്ഥാനിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്? അവിടെ ഉള്ളതിനകത്ത് കൈവച്ചിരിക്കുന്നത് ചൈനയും അമേരിക്കയാണ്, ഉള്ളത് ഊറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഖനനം നടത്തിയും പിന്നെ പോർട്ട് ഉണ്ടാക്കിയും ഒക്കെ. ഇനി അതിന്റെ ഇടയ്ക്ക് എവിടെയാണ് ഇവർക്ക് കൊടുക്കാനുള്ള സ്പേസ് ഇരിക്കുന്നത്? അതിന് എന്ത് തേങ്ങയാണ് അവിടെ ഇരിക്കുന്നത്? ഒന്നും തന്നെ ഇല്ല. അപ്പൊ എങ്ങനെ നോക്കിയാലും നഷ്ടക്കച്ചവടമാണ്. തുർക്കിയുടെ പൈസയും, ഒന്നാമത്തെ കാര്യം പൈസയില്ല, രണ്ടാമത്തെ കാര്യം തുർക്കിയുടെ സാമ്പത്തികമൊക്കെ എവിടുന്നേലും ഒപ്പിച്ചു കൊണ്ടുപോയി പട്ടാളക്കാരെ അവിടെ കൊണ്ടിട്ട് കൊന്നു കഴിഞ്ഞാൽ നഷ്ടം ആത്യന്തികമായി തുർക്കിക്കാണ്. ഒന്ന്, ഇന്ത്യ ആണെങ്കിൽ പോട്ടെ, കാഫറുകൾക്കെതിരെയുള്ള യുദ്ധമാണെന്നെങ്കിലും കരുതാം. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ആക്രമണം വന്നാൽ തുർക്കിക്ക് ഏത് നിലപാടെടുക്കാൻ പറ്റും? നേരത്തെ ധനുഷ് പറഞ്ഞില്ലേ നമ്മളുടെ ഇസ്ലാമിക രാജ്യമല്ലേ എന്ന് ചോദിച്ചില്ലേ? അവിടെയും ആ ചോദ്യം തന്നെ പ്രസക്തമാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ട് അടിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യത്തെ ഏകീകരിക്കാൻ നടക്കുന്ന തുർക്കിക്ക് എന്ത് നിലപാടെടുക്കാൻ പറ്റും? ഇനി ഇറാനും പാകിസ്ഥാനുമായിട്ട് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നിലപാടെടുക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായും തുർക്കി ബുദ്ധിപൂർവ്വം പിന്മാറി എന്ന് പറയാനേ കഴിയൂ. കാരണം ഇതിനകത്ത് ഒരടി പോട്ടെ കാഫിറുമായിട്ടാണ്, ബാക്കി രണ്ടടിയും നമ്മുടെ ആൾക്കാരുമായിട്ടാണ് അടിക്കുന്നത്. അവിടെ എന്ത് നിലപാടാണ് തുർക്കിക്ക് എടുക്കാൻ കഴിയുന്നത്? അപ്പൊ അവരുടെ നിലപാട് തന്നെ നിലനിൽക്കില്ല എന്ന് തുർക്കിക്ക് നന്നായി അറിയാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചെന്ന് കിടന്ന് അടികിട്ടി തേയാന്നല്ല പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനെ ഈ ആയുധങ്ങൾ, കുറച്ച് ഡ്രോണുകളും മറ്റും നൽകി സഹായിച്ചതിന്റെ പേരിൽ ഇന്ന് അവിടുത്തെ വ്യാപാരം പോലും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 20.8 ബില്യൺ ഡോളറിന്റെ ഇറക്കുമതിയായിരുന്നു തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നത്. ഇന്നത് കേവലം 3 ബില്യൺ ആയിരിക്കുന്നു. ഇന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കരാർ ഒപ്പുവെച്ചതോടുകൂടി തുർക്കിക്ക് ഇനി ഒന്നും തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. അതായത് മൊത്തത്തിൽ അവർ ഒരു ചെറിയ വിഷയം കൊണ്ട് തന്നെ പെട്ടുപോയി. ഇനി കൂടുതൽ വലിയ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ആകെ ഒന്ന് അവരുടെ സൈന്യത്തെ കൊണ്ട് ഇറക്കുക എന്നുള്ളതാണ്. സൈന്യത്തെ കൊണ്ട് ഇറക്കുക എന്നുള്ളത് നഷ്ടം തുർക്കിക്ക് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അമേരിക്ക തന്നെയാണ്. അമേരിക്ക ലാഭമില്ലാത്ത ഒരിടത്തും കൊണ്ട് അവരുടെ സൈനികരെയോ അവരുടെ ഷിപ്പുകളെ കൊണ്ട് വിന്യസിക്കാറില്ല. നോക്കിക്കോളൂ, അവർ എവിടൊക്കെയാണോ അവരുടെ യുദ്ധം, ഇപ്പൊ ഇറാന്റെ ആണെങ്കിൽ എന്താണ് അവരുടെ ലക്ഷ്യം? ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന ഈ എണ്ണ വ്യാപാരത്തിന്റെ ഒരു വലിയ പങ്ക് അവരുടെ കയ്യിലിരിക്കും. വെനസ്വേല ആക്രമിക്കാൻ പോയത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. നൈജീരിയ ആക്രമിച്ചത് ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടല്ല. കാരണം അവിടെ ഇന്ത്യയുമായിട്ടൊരു എണ്ണ കരാർ നൈജീരിയ ഒപ്പുവെക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ എണ്ണ വ്യവസായം തകർന്ന് അരിപ്പണമാകണം, ഇല്ലെങ്കിൽ ആ രാജ്യം കുട്ടിച്ചോറാകണം എന്ന് കരുതി അവിടെ പോകുമ്പോട്ടതാണ്. അതായത് അമേരിക്കയ്ക്ക് കാക്കാശ് ലാഭമില്ലാത്ത ഒന്നിലും അവർ ഇടപെടാറില്ല. ഉക്രൈൻ വാറിൽ അവർ ഇടപെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉക്രൈന്റെ പകുതി കൂടുതൽ ഇരിക്കുന്ന അമേരിക്കയുടെ കയ്യിലാണ്. ബാക്കി കൂടെ എങ്ങനെ കിട്ടുമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ലാഭമില്ലാത്ത ഒരിടത്തും അവർ ഇടപെടാറില്ല, ഒരു കേസിലും അവർ ഇടപെടാറില്ല. ചൈനയുടെ വിഷയം ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും അമേരിക്ക ചൈനയ്ക്കെതിരെ പടയൊരുക്കം നടത്തിയത് കണ്ടിട്ടുണ്ടോ? ചൈനയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞത് കണ്ടിട്ടുണ്ടോ? ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യക്കെതിരെ പടയ നയിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം ഇന്ത്യ പിടിച്ചെടുത്ത ലാഭമുണ്ട്, അല്ലാതെ ഇന്ത്യയെ വെറുപ്പിച്ച ലാഭമില്ലെന്നുള്ള കാര്യം കൃത്യമായി തന്നെ അമേരിക്കയ്ക്ക് അറിയാം. അപ്പൊ ഇതില് വേറൊരു കാര്യം ബിജുട്ടാ, എന്റെ ഒരു ഡൗട്ട്, ഈ പാകിസ്ഥാൻ ഇപ്പോ ഈ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ നിലവിൽ തുർക്കി വരണമല്ലോ അറബ് നാറ്റോയിൽ അംഗമാണെങ്കിൽ. അപ്പോൾ ഇപ്പോ പാകിസ്ഥാനകത്ത് വലിയ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്. ഇപ്പോ ഈ വനിതാ ചാവേറുകളെ പോലും ബലൂചിസ്ഥാൻ ഇറക്കി പാക് പട്ടാളത്തിനെതിരെ പ്രയോഗിക്കുകയാണെന്നുള്ള വലിയ റിപ്പോർട്ടൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇറാനെ ആക്രമിക്കാനായിട്ട് ഇവർ നിൽക്കുകയാണ്, അമേരിക്ക നിൽക്കുകയാണ്. അപ്പൊ രഹസ്യയോഗം അമേരിക്കയും ഇസ്രായേലും ഇന്ന് ചേർന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം, അതായത് പഴുതടച്ച ഒരു ആക്രമണമായിരിക്കണം ഇറാന് നേരെ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. കാരണം ബിജെട്ടൻ പറഞ്ഞതുപോലെ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ തിരിച്ചുള്ള ആക്രമണത്തെ എല്ലാം നിഷ്പ്രഭമാക്കിയില്ലെങ്കിൽ ലോകത്തിന് വലിയ പ്രശ്നം സംഭവിക്കും. ഉദാഹരണത്തിന് ഹോർമൂസ് കടലിടുക്ക് അവർ തകർക്കാൻ പാടില്ല, അവര് GCC രാജ്യങ്ങളൊന്നും തന്നെ ആക്രമിക്കാൻ പാടില്ല. ആക്രമിച്ചാലും ആ ആക്രമണം ഫലപ്രാപ്തിയിൽ എത്തരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് ഡാമേജ് പറ്റാൻ പോകുന്ന രാജ്യങ്ങൾ എന്ന് ഞാൻ കരുതുന്ന രാജ്യങ്ങൾ അത് മിക്കവാറും സൗദി അറേബ്യയും പാകിസ്ഥാനുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാകിസ്ഥാനും ഇറാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്.
ഈ അതിർത്തി പങ്കിടുമ്പോൾ ഈ ഇറാനും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള ആക്രമണം, ഇറാൻ പാകിസ്ഥാനെയും സൗദിയെയും ആക്രമിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അറബ് നാറ്റോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തുർക്കി ഇവർക്കെതിരെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ തുർക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുർക്കിയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പൊ തുർക്കിയും ഇറാനും തമ്മിൽ നല്ല ബന്ധം എന്ന് ഞാൻ പറയാനുള്ള കാരണം, അവർ തമ്മിൽ പൂർണ്ണമായിട്ട് ശത്രുതയുമില്ല, പൂർണ്ണമായിട്ട് സൗഹൃദവുമില്ല. പക്ഷെ അവർക്ക് സഹകരണമുള്ള മേഖലയിൽ ഒന്ന് ഈ കുർദിഷ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഇവന്മാർ തമ്മിൽ ഭയങ്കര സഹകരണം. കാരണം ഈ ഇറാനിലും ഈ കുർദിഷ് തീവ്രവാദം ശക്തമാണ്. ഈ നമ്മളതിനെ തീവ്രവാദികൾ എന്ന് പറയുന്നില്ല, തുർക്കിയിലും ഇത് ശക്തമാണ്. അപ്പോൾ ഇവർക്കെതിരെ ഇവർ സംയോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ ഈ ഊർജം, ഗ്യാസ് വ്യാപാരത്തിലും ഇവർ നല്ല മച്ചാനുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ചെറിയ ചെറിയ വിഷയങ്ങളിൽ മാത്രം. ഇപ്പോൾ അസദ് സർക്കാരിന് പിന്തുണ ഇറാൻ കൊടുക്കുകയാണെങ്കിൽ അസദ് വിരോധികൾക്കാണ് തുർക്കിയുടെ പിന്തുണ വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ആർക്കാണ് കൂടുതൽ സ്വാധീനം എന്നുള്ള കാര്യത്തിലും ഇവർ രണ്ടുപേരും തമ്മിലൊരു മത്സരമുണ്ട്. എന്നിരുന്നാലും നേരിട്ടുള്ള ശത്രുതയോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇനി ഇറാനെ ഭയന്നാണോ തുർക്കി പിന്മാറിയത് എന്നുള്ളൊരു ചോദ്യം, അതൊരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമല്ലേ? തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇറാനുമായിട്ടൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇറാനുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന തുർക്കി, അവര് സാമ്പത്തികമായിട്ട് അവരുടെ ഈ എണ്ണ ആവശ്യങ്ങൾക്കും ഊർജ്ജ ആവശ്യങ്ങൾക്കും സമീപിക്കുന്ന ഇറാനാണ്. ഒന്നത്. രണ്ട്, മതപരമായൊരു വിഷയമുണ്ട് ഇതിനകത്ത്. ഷിയാണ് സുന്നിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ തുർക്കിയുടെ ആത്യന്തികമായ ലക്ഷ്യം, എർദോഗന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ആഗോള ഇസ്ലാമിക രാജ്യത്തിന്റെ തലവനാകുക, ഖലീഫയാകുക എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്നിടത്തൊക്കെ കൊണ്ട് പുള്ളി തലയിടുന്നത്. ഏത് മുസ്ലിം രാഷ്ട്രം എന്ത് പറഞ്ഞാലും അവിടെ കൊണ്ട് തലയിട്ട് രണ്ട് ഡയലോഗ് പറയുന്നതിന്റെ പ്രധാനം, ഇപ്പം ഈ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന്റെ കാര്യം എന്താണ്? ഞങ്ങളുടെ ഇസ്ലാമിക രാജ്യത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ബംഗ്ലാദേശുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ വിവിധ മുസ്ലിം രാഷ്ട്രം. പക്ഷെ സൗദി എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ കിടക്കുന്നിടത്തോളം കാലം പുള്ളിക്ക് ലീഡറാകാൻ കഴിയേയില്ല. കാരണം അവരൊരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന രാജ്യമാണ് സൗദി, സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലായിട്ട് ആയാലല്ല. അപ്പോൾ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് തന്നെ ഈ നിലപാട് വ്യക്തമാക്കേണ്ടി വരും തുർക്കിക്ക്. എന്തുകൊണ്ടാണ് ഈ ഇറാനെ നിങ്ങൾ അറ്റാക്ക് ചെയ്തത് എന്നൊരു നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ആ നിലപാട് വ്യക്തമാക്കാൻ തുർക്കിയുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി നാളെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരു യുദ്ധം തുടങ്ങുകയെന്ന് വെച്ചോ. ആ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ തുർക്കിക്ക് എന്ത് നിലപാടെടുക്കാൻ പറ്റും? രണ്ടിടത്തും നമ്മുടെ ആൾക്കാരാണ് നിൽക്കുന്നത്. അപ്പോൾ തുർക്കിയുടെ അടിസ്ഥാനപരമായ നിലപാട് മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ തുർക്കിയുടെ നിലപാട് ഈ ആഗോളതലത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇല്ലെങ്കിൽ ആ രാജ്യം എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എർദോഗൻ ഇത്രയും നാൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നത് താൻ ലോകത്തിന്റെ മുസ്ലിങ്ങളുടെ മുഴുവൻ നേതാവാണ്, താൻ ലോകത്തിന്റെ മുഴുവൻ എന്തിന് ഇസ്രായേൽ ഗസ പ്രശ്നത്തിൽ, ആ ഹമാസുമായിട്ടുള്ള പ്രശ്നത്തിൽ പോലും ഹമാസിന് തുറന്ന പിന്തുണ കൊടുത്തിട്ടുള്ളതാണ് ശ്രീമാൻ എർദോഗൻ. അപ്പൊ എർദോഗൻ നോക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. എവിടുന്നെങ്കിലൊക്കെ അടി വീഴും. ഇന്ത്യയുമായിട്ടുള്ള അടിയാണ്, ഓക്കെ പോട്ടെ, കാഫറുകൾക്കെതിരെയുള്ള യുദ്ധമാണെന്നും കരുതി അങ്ങോട്ട് ചെല്ലാൻ പറ്റും. ഇറാൻ നാളെ പാകിസ്ഥാനായിട്ടൊരു ആക്രമണം നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ മാത്രമാണ് ഈ അമേരിക്കയുടെ വിമാനങ്ങൾ ഞങ്ങളുടെ മണ്ണ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അമേരിക്ക ഞങ്ങളുടെ മണ്ണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ ഉപയോഗിക്കരുത്. ഇതുവരെ പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. ഇനി പാകിസ്ഥാന്റെ ഏതെങ്കിലും എയർബേസിൽ നിന്ന് കയറിയാണ് അടിക്കുന്നെങ്കിൽ എപ്പോഴായാലും ഇറാൻ പണിയാതിരിക്കത്തില്ല. അപ്പോഴും തുർക്കിക്ക് നിലപാടില്ല. കാരണം ആഗോള മുസ്ലിം ഐക്യം തീർന്നില്ലേ ഇവിടെ. ഇവിടെ ഇപ്പുറത്ത് നോക്കിക്കേ, അഫ്ഗാനിസ്ഥാൻ അടിക്കുകയാണെങ്കിൽ അവിടെ തീർന്നില്ല, നിലപാടില്ലല്ലോ. പിന്നെ എന്ത് നിലപാടിന്റെ പുറത്താണ് ഇവർ ഈ പുള്ളിക്കാരൻ നിൽക്കേണ്ടി വരുന്നത്? എർദോഗൻ എന്ന് പറയുന്നത് അപ്പോഴേ തന്നെ ഈ മുസ്ലിംസിന്റെ മനസ്സിൽ നിന്ന് തന്നെ പോകും. ഇപ്പൊ കുറെ പേരൊക്കെ എർദോഗൻ എന്നൊക്കെ പറഞ്ഞ് കീജെ വിളിക്കുന്നവരൊക്കെ എടുത്ത് ദൂരക്കളയും. അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇന്ത്യക്കെതിരെയാണ് ഈ അറബ് നാറ്റോ പ്രത്യക്ഷത്തിൽ രൂപീകരിച്ചതെങ്കിലും ഈ കൂട്ടാടി നടത്താൻ പോകുന്നത് ഈ മുസ്ലിം രാജ്യങ്ങളാണ് എന്നുള്ളതാണ് അവർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സമസ്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അവർക്ക് പറ്റില്ല. ഇതിനകത്ത് അത് തന്നെയാണ് അവർ എടുത്തു പറയുന്ന ഡയലോഗ് തന്നെയാണ്. സൗദിയായിട്ട് ഓക്കെയാണ്. സൗദി സഖ്യത്തിലുള്ളത് വലിയ സന്തോഷമാണ് എർദോഗനൊക്കെ. സാമ്പത്തികമായിട്ട് വലിയ നിൽക്കുന്ന രാജ്യമാണ്. പക്ഷെ ഇതിനകത്ത് ഈ പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ ചുറ്റോട് ചുറ്റും ശത്രുക്കളാണ്, അലമ്പ് രാജ്യമാണെന്ന്. അത് സാമ്പത്തികമായി തന്നെ പെട്ടിരിക്കുന്ന രാജ്യം, ശത്രുതാപരമായിട്ട് ഭയങ്കരമായി പെട്ടിരിക്കുന്ന രാജ്യം. അപ്പൊ അവിടെ കൊണ്ട് തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ തുർക്കി ഇത്ര നാൾ കൊണ്ടുവരുന്ന പോളിസിയിൽ ഒരു വൈലേഷൻ വരും. ഇല്ലെങ്കിൽ പോളിസി അവിടെ കൊണ്ട് സാമ്പത്തികമായി യാതൊരു ബെനിഫിറ്റും അതിൽ കിട്ടുന്നില്ല. മാനഹാനിയും ജീവനഷ്ടവും അല്ലാതെ വേറൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. അതിലും ഭേദം ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിന്നാൽ ഇപ്പൊ ഉള്ള ഈ സൈനികരുടെ എണ്ണമൊക്കെ കാണിച്ച് നാറ്റോയിലെ ഒരു രണ്ടാമനായിട്ടൊക്കെ ഇങ്ങനെ മസിലും പെരുപ്പിച്ച് നിൽക്കാം. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഈ തുർക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിലപാടുള്ള രാജ്യമല്ല. റഷ്യയുമായിട്ടും ഒരേ സമയം ഇറാനുമായിട്ടും ഒക്കെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ നാറ്റോയുടെ ഭാഗവുമാണ്.
ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ട് തുർക്കിയുടെ വിമാനങ്ങളായിരുന്നല്ലോ റഷ്യയുടെ അതിർത്തിയിൽ നിരീക്ഷണ പറക്കലൊക്കെ നടത്തിയിരുന്നത്. രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു S-400 ഉപേക്ഷിക്കാനായിട്ട്, അപ്പോഴേ തന്നെ റെഡിയായി. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല. പക്ഷേ ഈ ഇസ്ലാമിന്റെ കാര്യത്തിൽ, അതായത് മുസ്ലിം എന്ന മതത്തിന്റെ കാര്യത്തിൽ അവർക്കൊരു നിലപാടുണ്ട്. സ്ട്രോങ് ഡിസിഷനാണ് അത്. ആ രാജ്യത്തിന്റെ ഡിസിഷനാണ്, എർദോഗന്റെ ഡിസിഷനാണ്. ഇനി അതും കൂടെ കുളവായി കഴിഞ്ഞാൽ പുള്ളിക്ക് വേറെ മാർഗമൊന്നുമില്ല. അതായത് ആകെ ഉള്ളൊരു നിലപാടെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആൾക്കാരെ തൊട്ടാൽ ഞങ്ങൾ വരും എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിലപാട് കളഞ്ഞു വിളിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. ഏതായാലും ഒരു വലിയ വാർത്ത തന്നെയാണ്. പിന്നെ തുർക്കിയുടെ പണി തീർന്നു എന്ന് പറഞ്ഞത്, തുർക്കി ഈ സൗത്ത് ഏഷ്യയിലേക്ക് പിടിമുറുക്കാൻ തുർക്കിക്ക് പറ്റിയ ഏറ്റവും വലിയ സാഹചര്യമായിരുന്നു. സാഹചര്യത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ. ആ ടെസ്റ്റ് ഡോസിൽ അവർ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് പറ്റിയിരിക്കുന്ന ഒരു രാജ്യം തുർക്കിയാണ്. സാമ്പത്തികമായിട്ട് അതിന് വലിയ ക്ഷീണം തന്നെ തുർക്കിക്ക് വന്നു. തുർക്കി മറ്റുള്ളങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന നിലയിലേക്കായി. ഇസ്രായേൽ തുർക്കിക്കെതിരെ മിനിറ്റിന് വെച്ചാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. മുമ്പൊക്കെ ഇന്ത്യ എങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ആ പ്രതീക്ഷയും വേണ്ട. അങ്ങനെ അവർ പ്രതീക്ഷിക്കാത്ത ഒരു ഇമ്പാക്റ്റ് ആണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതാണ് തുർക്കിക്ക് പറ്റിയത്. ഇനി അവർ ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ പണി കിട്ടുന്നവർക്ക് നന്നായിട്ട് അറിയാം. പഴയ ആ ഒരു സെറ്റപ്പ് ഒന്നും തുർക്കിക്ക് നിലവിലില്ല. ഇനി ആകെ ഉള്ളത് ഒന്നേ ഉള്ളൂ, അത് ഈ മതപരമായിട്ടുള്ള അവരുടെ നിലപാടാണ്. ആ നിലപാട് ഈ സഖ്യത്തിന്റെ പേരിൽ കൊണ്ടുവന്നിട്ട് ബലി കഴിക്കാൻ അവർ തയ്യാറുമല്ല.